അങ്ങനെ സമയം ഏകദേശം 11 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ അതെ റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. തവരക്കര റോഡാണ്. തവരക്കര നേരെ ചെല്ലുന്നത് നമ്മുടെ ഫോറം വാളിൻ്റെ അങ്ങോട്ടാണ്, സിഗ്നലിൻ്റെ അങ്ങോട്ടാണ് ഈ റോഡ് ചെല്ലുന്നത് കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സൈക്കിൾ കുറേ നാളായിട്ട് എടുക്കാതിരിക്കും കേട്ടോ. അപ്പം പോയിട്ട് സൈക്കിൾ ഒന്ന് നോക്കണം. ഇതായിരിക്കും നമ്മുടെ സൈക്കിള്, കുറേ നാളായിട്ട് എടുത്തിട്ടില്ല. അപ്പം ബ്രേക്ക് കൊണ്ടോ എന്നറിയത്തില്ല, കാറ്റ് കുറവാണ്, കാറ്റടിക്കണം. എന്നിട്ട് ഇതുമായിട്ട് നമുക്കിനി നാളെ തൊട്ട് മോർണിംഗ് റൈഡ് തുടങ്ങണം. പൊടി അടിച്ചിരിക്കുക, പൊടിയൊക്കെ തുടക്കണം. അങ്ങനെ നമുക്ക് ഒരു സൈക്കിൾ കട കിട്ടി കേട്ടോ. ആദ്യത്തെ ഒരു സൈക്കിൾ കടയിൽ പോയി അവിടെ ആണെങ്കിൽ അടച്ചിട്ടേക്കുവായിരുന്നു. ആ കടയെ അവിടെ നിന്ന് മാറ്റി, കുറേ നാൾക്ക് ശേഷം വന്നോണ്ടേ. എന്നിട്ടിപ്പോൾ നമുക്ക് കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഓയിലൂടെ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ സൈക്കിൾ റെഡിയായി കേട്ടോ. ഇനി അപ്പം നമുക്ക് രാവിലെ ധൈര്യമായിട്ട് മോർണിംഗ് റൈഡ് പോവാം. അപ്പോൾ സമയം ഏകദേശം ഉച്ചയായി. അപ്പം നമ്മളതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിത് കഴിക്കുന്നത് പലാവാണ് കേട്ടോ. അപ്പം കർണാടക ഫുഡാണ്. നമ്മളതുകൊണ്ട് ഇനിയും തൊട്ട് നമ്മൾ കേരള ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാണ്. കർണാടക ഫുഡൊക്കെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ചെറിയ ഒത്തിരി കടകളുണ്ട് കേട്ടോ. ഇതിനകത്ത് വരുന്നത് റൈസും അതുപോലെ എന്തോ ഒരു മസാലയൊക്കെ ചേർത്തിട്ടാണ് സംഭവം ഉണ്ടാക്കുന്നത്. അതുപോലെ ചെറിയൊരു സലാഡ് വരും, ഒരു ചമ്മന്തിയും വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു പോകാൻ ഗൈസ്. ടേസ്റ്റ് അടിപൊളിയാണ്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ മിക്കപ്പോഴും ഇതാണ് കഴിക്കുന്നത്. കാരണം ഉച്ച സമയത്ത് നമ്മുടെ കേരള കടകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പൈസ ഏകദേശം 90-100 രൂപ മേളിൽ പോകും. ഇതാകുമ്പോൾ 40 രൂപയ്ക്ക് നമുക്ക് ഉച്ചക്കത്തെ പരിപാടി കഴിയും. അതുപോലെ ഇവിടുത്തെ ബിയർ പാർലർ കേട്ടോ. നമ്മുടെയൊക്കെ അവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് ഇതുപോലെ കാണത്തില്ലല്ലോ. അതുപോലെ ഇതേ ആമ്പൂർ ബിരിയാണി, ഇത് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ ഇത് ഉച്ച സമയമാണ്, എന്നിട്ട് പോലും ഇവിടെ എപ്പോഴും ഇതേ ചേച്ചിമാർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ സൈക്കിളൊക്കെ കൊണ്ടുവച്ച് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. ഇനി നമുക്ക് കുറച്ച് വർക്കും പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്തിട്ട് വൈകിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോകണം. അപ്പം ചായ കുടിക്കുന്ന വൈബും മലയാളികളുടെ ചായക്കടയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മൾ 4 മണിക്കൊന്ന് സൈക്കിൾ ഓട്ടാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. നമ്മൾ തവരക്കര ഏരിയയിലാണ് കേട്ടോ. ഇതൊരു ഇതാണ്, ചെറിയ റോഡാണ്. ബാംഗ്ലൂരിൽ എന്താണ് ഇങ്ങനെയുള്ള റോഡുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചുറ്റും വീട്, രസമാണ് കേട്ടോ. ഇതിൻ്റെ നടുക്കൂടി ഇങ്ങനെ സൈക്കിൾ ഓട്ടി പോകുന്നൊരു ഫീലേ പ്രത്യേക ഒരു രസമാണ്. സമയം ഏകദേശം 5 മണിയൊക്കെ കേട്ടോ. ഇത് സൺഡേ ആണ്, എല്ലാവരും റെസ്റ്റൊക്കെയാണെന്ന് തോന്നുന്നു. എല്ലാവരും ഔട്ടിങ്ങിനൊക്കെ പോകുന്ന ദിവസമാണ്. നമ്മൾ 4 മണിക്ക് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. നമ്മുടെ ഫ്രണ്ടുണ്ടാ ബഗീർജി ഉണ്ട്. ബഗീർജി എന്നാ சொல்றது நம்ம பேசப்பட்டு என்ன சொல்றது എന്തിനു சொல்லு ഒന്നും சொல்றது இல்ல. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ചായ കൂടി കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ബാംഗ്ലൂർ കുറേ നാൾക്ക് ശേഷം വരുന്നത് നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണണം. അങ്ങനെ എല്ലാവരെയും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പലർക്കും ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാൻ ചെറിയ ചമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെയൊന്നും ശരിക്കും കാണിക്കുന്നില്ല. അപ്പം ഞാനേ നമ്മുടെ പഴയ PG-യിലോട്ട് പോവാം. നമ്മളെ PG പഴയ കുറച്ച് പരിചയക്കാരെ കാണാനുണ്ട്. അവരെയൊക്കെ ഒന്ന് പോയി കാണണം. അപ്പം അതിന് വേണ്ടി പോവാണ്. ഇവിടുത്തെ മെയിൻ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ലോറിയിൽ ഇവിടെ എല്ലാം വെള്ളം എത്തിക്കുന്ന കേട്ടോ. ഇവിടെ നമുക്കൊരു പരിചയക്കാരുണ്ടായിരുന്നു ഗൈസ്. നമുക്കിവിടെ ഒരു പരിചയക്കാരുണ്ടായിരുന്നു. ഇല്ലേ ഈ കട നമുക്ക് പരിചയക്കാരുണ്ടായിരുന്നു. ഇവിടെ പോയോ എന്നാണ്ട് எப்படி இருக்கு? വ്ളോഗിങ് സ്റ്റാർട്ട് ആச்சு. உங்களை கொஞ்சம் பார்த்துட்டு போன்னு நினச்சி കുറേ നാളെ ஊரில் இருந்தது. ஓகே ഇത് ക്യാമറ എപ്പടി പോയിട്ട് ഇருக்கு? അണ്ണൻ്റെ കട കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. നല്ല ഇരിക്കാ. അപ്പോൾ ഈ കടയിൽ നമ്മുടെ ഒരു പരിചയക്കാരൻ ചേട്ടനാണ്. നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ട്, അബീത്. അബീത് ഉറക്കമായിരുന്നോ? എന്നാണ്ട് വിശേഷം? വ്ളോഗിങ് ബാംഗ്ലൂർ വ്ളോഗിങ്. അബീത് ഉണ്ട്, നമ്മുടെ ചേട്ടനുണ്ട്.
പി ജിയിലൊന്ന് കയറി നോക്കണം, പഴയ പി ജിയിലൊന്ന് കയറി നോക്കണം. പി ജിയിലൊക്കെ ഒന്ന് കയറി നോക്കണം. കാണാം. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ പഴയ പി ജിയിലൊന്ന് പോയിട്ട് വരാം കേട്ടോ. പി ജിയിൽ ഇതാണ് ഗൈസ് നമ്മുടെ പഴയ പി ജി. അപ്പോൾ പി ജിയിൽ കയറിയിട്ട് നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ പഴയ റൂം ഒന്ന് കണ്ടിട്ട് ഒരു നൊസ്റ്റാൾജി അടിക്കുന്നു. 2 വർഷം മേലെ നമ്മൾ പി ജി നിന്നാണ്. മേളിലോട്ടൊന്ന് കയറിയിട്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ പി ജിയിൽ നമ്മുടെ പഴയ റൂമൊന്ന് കാണാൻ പോകട്ടോ. കുറേ നാളായി എന്താണ് നമ്മുടെ റൂമൊക്കെ കണ്ടിട്ട് കാണാൻ വേണ്ടി പോവാം. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അപ്പം പുതിയ ആൾക്കാരൊക്കെ വന്നു. നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ 311 കേട്ടോ നമ്മുടെ നേരത്തെ റൂം. പക്ഷേ അവിടെ ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ആ രഞ്ജു ഉണ്ട്, നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, 2 പേരുണ്ട്. പക്ഷേ അവർ പ്രൈവസിയെ നമ്മൾ മാനിച്ച് നമ്മൾ അകത്തെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പി ജിയുടെ ഒരു കോറിഡോർ എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇവിടെ നിന്നിട്ടായിരുന്നു നമ്മൾ വൈബൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ വരുന്ന ഒട്ടുമിക്ക എല്ലാവരും പി ജി താമസിച്ചുകൊണ്ടാണ് ആദ്യ സമയങ്ങളൊക്കെ പോകുന്നത് കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇതാണ്. അവിടെയാണ് 2 ബിൽഡിങ് ഇവരെ കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇതാണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നമുക്കിങ്ങനെ ഇരുന്ന് വൈബ് അടിക്കാം. 4 മണി ഈവനിങ് ടൈമിലൊക്കെ നമുക്ക് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന് വൈബ് അടിക്കാം. പിന്നെ ഞാൻ നേരത്തെ ഇതിൻ്റെ പി ജിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, കംഫോർട്ട് പി ജി. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്ത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ പിൻ ചെയ്യാം കേട്ടോ. നിങ്ങൾ പോയി നോക്കിയാൽ മതി പി ജിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണം. പക്ഷേ അത് ഒരു വർഷത്തെ മുമ്പത്തെ വീഡിയോ, റേറ്റും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് ഞാൻ ഡീറ്റെയിൽ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അടുത്ത ചായ കുടിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ദുനിയാവിലാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ കടയാണ് കേട്ടോ. ഞാൻ അവിടെ കയറിയിട്ടില്ല. അത് നോക്കാം. നല്ല തിരക്കുണ്ട്. അത്യാവശ്യം അറ്റ്മോസ്ഫിയറൊക്കെ ഉണ്ട്. ആണല്ലേ? ഇവിടെ ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് കയറുന്നത്. ബ്രോ, എന്തുകൊണ്ടാണ് ബാംഗ്ലൂർ ഇത്ര നാളെ നിൽക്കാനുള്ള കാര്യം? ഇപ്പോൾ എത്ര വർഷമായി ബാംഗ്ലൂർ? ഓൾമോസ്റ്റ് 9 വർഷമായി. 9 വർഷമായിട്ട് ബാംഗ്ലൂർ മടുത്തോ? മടുക്കില്ല. നമ്മൾ ബാംഗ്ലൂർ മടുക്കില്ല. ബാംഗ്ലൂർ ഇസ് ലൈക്ക് ഇമോഷൻ. അതെ, ഇമോഷനാണ്. ഇവിടുത്തെ എൻവയറമെൻറ്റിൽ തന്നെ ഒരു ഉണ്ട്. നമ്മളിവിടെ വരുക, എൻവയറമെൻറ്റ് പിടിച്ചു പോകും, നമ്മൾ പിന്നെ ഇവിടെ നിന്ന് പോകും, ഇവിടെ തന്നെ വർക്ക് ചെയ്യും. അതെ അതെ. എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സാണ് ഇവിടെ നമ്മളെ പിടിച്ചെടുത്താൻ കൂടുതൽ കാര്യം തോന്നുന്നു അല്ലേ? ഫ്രണ്ട്സും എൻവയറമെൻറ്റ്, ഇവിടുത്തെ ഫുഡും കാര്യങ്ങളും, ഫ്രീഡമായി, പിന്നെ അവൈലബിലിറ്റി എല്ലാം നല്ലതാണ്. ഇത്രയും ട്രാഫിക് ആണെങ്കിലും ബാംഗ്ലൂർ നമുക്ക് ഇഷ്ടമാണ്. എൻവയറമെൻറ്റ്. അതെ, എൻവയറമെൻറ്റ് അല്ല സെറ്റ്. അതെ ഗായ്സ്. അപ്പോൾ നമ്മുടെ അടുത്ത ചായ കുടിക്ക് വേണ്ടി പോവാണ് കേട്ടോ. നമ്മുടെ 3ാമത്തെ ചായ കുടിയാണ് ഇന്നത്തെ. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചായ കുടിച്ച് മടുക്കും കേട്ടോ. നമ്മൾ ഇതിൻ്റെ കൂടെയാണ് പോകുന്നത്. നമ്മൾ ST പാളയിലൊക്കെയാണ് പോകുന്നത്. ഇവിടെയാണ് ക്രൈസ്റ്റ് കോളേജൊക്കെ വരുന്നത് കേട്ടോ. ഇതാണ് ഗൈസ് ST പാളയ. ക്രൈസ്റ്റ് കോളേജിലെ പിള്ളേരാണ് കൂടുതൽ ഇവിടെ താമസിക്കുന്നത് കേട്ടോ. അതുപോലെ ഒത്തിരി മലയാളികളും കൂടുതലുള്ള ഒരു ഏരിയ കൂടിയാണിത്. ഇവിടെ തിയേറ്റർ കേട്ടോ. ഇതാണ് തിയേറ്റർ, ശ്രീനിവാസ. മലയാള പടം അതുപോലെ തമിഴ് പടങ്ങളൊക്കെ റിലീസാകുന്ന ഒരു ഏരിയ. ഭയങ്കര തിരക്കൊക്കെ. കന്നഡ പടം അല്ലേ? ആ, പിന്നെ അതുപോലെ ഇവിടെ കുറേ മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഗൈസ്, നമ്മളിപ്പം ചായ കുടിക്കാൻ പോകുന്ന മലബാറിലാണ് കേട്ടോ. മലബാർ ഇതേ നമ്മുടെ നേരെ മുന്നിൽ കാണുന്ന അതാണ് മലബാർ. അപ്പം ഗൈസ് മലബാർ എത്തി.
ഗൈസ്, അപ്പോൾ നമുക്കൊരു ബാംഗ്ലൂർ ഈവനിങ് വൈബ് നോക്കിയിട്ട് വരാം കേട്ടോ. നാട്ടിലൊന്നും ഒറ്റ പിള്ളേരില്ലല്ലോ, എല്ലാ പിള്ളേരും എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലെ ഈവനിങ് ചായക്കടയും വൈബും തിരക്കും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മടിവാള ഏരിയയിലോട്ട് കേട്ടോ. അതൊരു ചായക്കടയാണ്, ഉണ്ടോ? അപ്പം ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മടിവാളനെ ഒരു ഫേമസ് ടീ ഷോപ്പായ മടിവാള കഫേയുടെ മുമ്പിലാണ് കേട്ടോ. ഇവിടെ ഈവനിങ് ടൈം നല്ല തിരക്കാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളങ്ങനെ മടിവാളയിൽ നേരെ മാരിനഗർ പോവാണ് കേട്ടോ. മാരിനഗർ പോകുമ്പം ഇവിടുത്തെ വൈബും തിരക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, അത്യാവശ്യം തിരക്കായി വരുന്നു. ഇവിടെ എല്ലാം ചായക്കടകളുണ്ട്. ഇവിടെ തന്നെ 2-3 ചായക്കടകളുണ്ട്. ഇത് മൊത്തം മലയാളികളാണ്, അതാണ് ഏറ്റവും വലിയ കോമഡി. നാട്ടിലെ പിള്ളേരൊക്കെ എവിടെയാണെന്നല്ലേ ചോദിക്കുന്നത്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. കണ്ടോ തിരക്ക് കണ്ടോ? ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കടയാണ് കേട്ടോ നമ്മുടെ രാവിലെ ചായ കുടിച്ച് ചായക്കട. തിരക്കുണ്ടോ? ചായക്കടയിൽ തിരക്കുണ്ടോ ഗൈസ്? ഉണ്ടോ? എന്നാൽ ഞായറാഴ്ചയും കൂടാ മൊത്തം മലയാളികളും പിള്ളേഴ്സായിട്ടും ഇവിടെ ഉണ്ട് കേട്ടോ. നാട്ടിൽ ആരും ഇല്ലെന്ന് ഓർത്ത് വിഷമിക്കണ്ട, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്നുള്ളൊരു വൈബ് എനിക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ മടിവാളരോട് വീഡിയോ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, ചാനലിൽ കിടപ്പുണ്ട്. ഞാനത് പിൻ ചെയ്യാം, നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഇനി ഞാൻ ചുമ്മാ ഒരു ഈവനിങ് വൈബ് എങ്ങനെ ഉണ്ടെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇങ്ങോട്ട് ഇറങ്ങിയത്. നമ്മുടെ സൈക്കിൾ എടുത്താണ് ഞാൻ പോകുന്നത്. സൈക്കിളല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താഴോട്ട് പോകുന്ന നമ്മൾ മാരുതിനഗറാണ് കേട്ടോ എത്തുന്നത്. മാരുതിനഗറോട്ട് പോവാണ്. മാരുതിനഗർ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, പറ്റുവാണെന്നൊക്കെ കാണണം. അപ്പോൾ അത്യാവശ്യം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്ക്. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഭയങ്കര തിരക്കും ബ്ലോക്കുമാണ്. ഇത്രയും ബ്ലോക്കൊക്കെ ആണെങ്കിൽ പോലും എല്ലാവർക്കും ബാംഗ്ലൂർ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് കുറച്ച് മുമ്പ് ആ പുള്ളി പറഞ്ഞില്ലേ, അതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു കാര്യം. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിള്, അതുപോലെ എന്താണ് കൂട്ടുകാർ, നമ്മുടെ ഒരു ലോക്കൽ സ്ഥലം പോലെ ആയി കേട്ടോ ഇത്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ നിൽക്കും. പിന്നെ ഫ്രീയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കേട്ടോ. ഫ്രീയുടെ ആരും ചോദിക്കാനും പറയാനും ചൊറിയാനൊന്നും വരത്തില്ല. സദാചാര പോലീസ് അങ്ങനത്തെ പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല തിരക്കാണ്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ. ഇതൊരു മെയിൻ ഷോപ്പാണ് കേട്ടോ. ടേസ്റ്റി മലയാളി കടയാണ്. അതുപോലെ അടിപൊളി മന്തി കിട്ടുന്ന ഒരു കടയാണ് കേട്ടോ ഇത്. ഗ്യാസ്റ്റിൽ നമ്മളിടയ്ക്കൊക്കെ വന്ന് കഴിക്കുന്ന ഷോപ്പിംഗ് മാരുതിനഗറാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഏരിയ ഒരു മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റാണ് കേട്ടോ. അതാണ് ഇത്രയും തിരക്ക് വരാനുള്ളൊരു കാര്യം. എല്ലാം നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗംഗോത്രി സർക്കിൾ എന്ന് പറഞ്ഞാൽ അവിടെ എത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ചപ്പുറത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് താമസിക്കുന്നു. നമുക്ക് അവിടെ ഒരു പുള്ളീനെ ഒന്ന് കണ്ടു തരാം. പിന്നെ ഇവിടുത്തെ ഡ്രൈവിങ് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഗൈസ്, വൃത്തിയായിട്ട് ഡ്രൈവിംഗ് ആണ്. ഇത് നമ്മളും അതുപോലെ ഡ്രൈവ് ചെയ്താലേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കും പണിയാണ്. നമ്മളും ആ ഒരു വൃത്തിയായിട്ട് രീതിയിൽ ചവിട്ടിയാൽ മതി. ചവിട്ടി ഓടിച്ചാൽ മതി. ഓരോ തമ്മിൽ വരുന്നുണ്ട്. ഇതാണ് മാരുതിനഗർ കാഴ്ചകളൊക്കെ കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തൊരു ഫേമസ് ടീ ഷോപ്പൊക്കെ ഉണ്ട്, അത് നോക്കാം. ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ടുള്ളത്. ഇത് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്രണ്ടിനെയൊക്കെ കണ്ട് വീണ്ടും നമ്മൾ മാരുതിനഗറിലേക്ക് വരുവാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ബാംഗ്ലൂരിലെ ഈവനിങ് കാഴ്ചകളൊക്കെ കേട്ടോ. സൈക്കിൾ ഓട്ടിക്കൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. ഈ ഏരിയ വലിയ തിരക്കൊന്നുമില്ല ഗായ്സ്. അങ്ങനെ നമ്മൾ സൈക്കിൾ ഓട്ടി അവരക്കര ഏരിയയിലെത്തി കേട്ടോ. ഒരു റൗണ്ടൊക്കെ ഇറങ്ങി വന്ന് ഇവിടെ അതുപോലെ ഒരു മലയാളി കടയുണ്ട്, ചായക്കട കേട്ടോ, നമ്മുടെ മിസ്റ്റർ ടി. ഇവിടുത്തെ ഡ്രൈവിങ് ഒരു രക്ഷയില്ല, വൃത്തിയായിട്ട് ഡ്രൈവിങ്. അങ്ങനെ നമ്മൾ ചവിട്ടി കറങ്ങി തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഗായ്സ് അങ്ങനെ നമ്മൾ കറങ്ങി തിരിച്ച് നമ്മുടെ റൂമിൻ്റെ അവിടെ എത്തി കേട്ടോ. ഈ ബിൽഡിങ്ങിൽ നമ്മൾ താമസിക്കുന്നത്. ഗായ്സ് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മളൊരു വർക്കിന് കയറി കേട്ടോ. കുറച്ച് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം 2 മണിയായി. പിന്നെ നമുക്ക് എന്താണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ നാളെ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അത് നിങ്ങളെ അടുത്ത എപ്പിസോഡിൽ കാണും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.